ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനെ എതിർത്ത പ്രതിപക്ഷ കക്ഷികൾ കേന്ദ്ര സർക്കാർ നീക്കം പ്രായോഗികമല്ലെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ. അപ്രായോഗികമായ കാര്യമെന്ന ഡി രാജയും സംഘപരിവാറിന്റെ ഗൂഢശ്രമത്തിന്റെ ഭാഗമാണിതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും പറഞ്ഞു. അതേസമയം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് സുപ്രധാന ചുവടുവെപ്പെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കമാണെന്ന് വിമർശിച്ച കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പ്രായോഗികമല്ലാത്ത കാര്യമാണിതെന്നും പറഞ്ഞു. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് യാഥാർത്ഥ്യബോധമില്ലാത്തതെന്ന് CPI ജനറൽ സെക്രട്ടറി ഡി രാജ പറഞ്ഞു. Under the present constitution, considering the diversities of our country, considering the character of being permanent constitutional body, that is election commission, India is having multiple frequent elections, will have multiple frequent elections. So the one nation, one election is not possible and practical. Our stand remains the same. ഇന്ത്യയിലെ ഫെഡറൽ വ്യവസ്ഥയെ നിർവീര്യമാക്കി കേന്ദ്ര സർക്കാരിന് സർവാധികാരം നൽകാൻ ഒളിപ്പിച്ചു വെച്ച അജണ്ടയാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിലപാടിന് പിന്നിലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ പ്രസിഡൻഷ്യൽ രീതിയിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ഗൂഢശ്രമമാണ് സംഘപരിവാർ നടത്തുന്നതെന്നും സംഘപരിവാർ നീക്കങ്ങൾക്കെതിരെ രാജ്യത്തെ ജനാധിപത്യ സമൂഹം മുന്നോട്ട് വരേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലിനെ പാർലമെന്റിൽ എതിർക്കുമെന്നും നിലവിലെ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമമെന്നും KC വേണുഗോപാൽ പറഞ്ഞു. One nation, one election is not at all practical in this country. They also know about that. They want to divert the attention of the present issues, from the present issues, this country. And that's only. ഒറ്റ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് രാജ്യത്തിന്റെ തകർച്ചയ്ക്കെന്ന് ശിവദാസൻ MPയും പറഞ്ഞു. രാജ്യത്തിന്റെ ജനാധിപത്യ അടിത്തറയെ ദുർബലപ്പെടുത്തുന്ന ഒരു തീരുമാനമാണ്. ഒരു തിരഞ്ഞെടുപ്പിൽ ജയിക്കുന്ന അല്ലെങ്കിൽ രാജ്യത്തെ ഏതെങ്കിലും ഒരു പാർട്ടി ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ പാർട്ടിയെ തിരികെ വിളിക്കാൻ ആ പാർട്ടിയെ സംബന്ധിച്ച് അവിശ്വാസ പ്രമേയത്തിന് പോലുള്ള സാധ്യത ഇല്ലാതാക്കുന്ന നിലയിലാണ് നിലവിൽ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നത്. ഇത് RSSന്റെയും BJPയുടെയും പദ്ധതിയുടെ ഭാഗമായിട്ടാണ്. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.